ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരാണത്. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയെ ലെബനനിൽ വെച്ചും വധിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. 400ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടുവെന്ന് ഇറാൻ പറയുന്നു. ഗദ്ദർ, ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചു എന്നാണ് റിപ്പോർട്ട്. തങ്ങളുടെ മിസൈലുകൾ 90% ലക്ഷ്യം കണ്ടുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന്റെ മാരകമായ മിസൈലാണ് ഫത്ത ഹൈപ്പർസോണിക് മിസൈൽ. കഴിഞ്ഞ ജൂണിലാണ് ഫത്ത 1 മിസൈൽ ഇറാൻ അവതരിപ്പിച്ചത്. തുറക്കുന്നത് എന്നാണ് അറബിയിൽ ഫത്ത എന്ന വാക്കിന്റെ അർത്ഥം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനിയാണ് മിസൈലിന് ഈ പേര് നൽകിയത്. ശബ്ദത്തെക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക്. കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈലായ ഫത്തയുടെ 2 ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന റോക്കറ്റുകൾക്ക് കരുത്തേകുന്നത് ഖര ഇന്ധനമാണ്. മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഫത്ത 1ന് 1400 കിലോമീറ്ററാണ് പരിധി. മണിക്കൂറിൽ 16,000 മുതൽ 18,500 കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്ത ബാലിസ്റ്റിക് മിസൈലിന് കഴിയും. ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗമുണ്ട് ഈ മിസൈലിന്. ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കാനും ഫത്തയ്ക്ക് കഴിയും. അങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണ് വെട്ടിച്ച് പറക്കാൻ ഫത്ത 1ന് കഴിയും. അത്യന്താധുനിക റോക്കറ്റ് എഞ്ചിനുകൾ, ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി, സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. കഴിഞ്ഞ നവംബറിൽ ഫത്ത 1ന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത 2 ഇറാൻ അവതരിപ്പിച്ചിരുന്നു. ഫത്ത 2വിന്റെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത 1ന് സമാനമാണ്. എന്നാൽ 2ാം ഘട്ടത്തിൽ പോർമുനയുടെ ഘടനയിലുൾപ്പെടെ കാതലായ മാറ്റമുണ്ട്. ഹൈപ്പർസോണിക് ക്രൂയിസ് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫത്ത 2. 12 മീറ്റർ നീളമുള്ള ഫത്ത 2 മിസൈലിന്റെ ഭാരം 4100 കിലോഗ്രാമാണ്. 1400 കിലോമീറ്ററാണ് ഇതിന്റെ ദൂര പരിധി. 2005ലാണ് മാരകമായ ഗദർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിച്ചത്. 2003 വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷഹബ് 3 എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പായിരുന്നു ഗദർ. 1ാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും 2ാം ഘട്ടത്തിൽ ഖര ഇന്ധനവുമാണ് ഗദറിന് കരുത്തേകുന്നത്. എന്തായാലും വൻ മിസൈൽ ശേഖരം തന്നെ, അപകടകാരിയായ വൻ മിസൈൽ ശേഖരം തന്നെ ഇറാന്റെ കൈവശമുണ്ടെന്ന് ഇന്നലെ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ തെളിഞ്ഞു. ഫത്ത മിസൈലുകൾ ഇസ്രായേലിന്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു.